സോ ഇവിടുത്തെ ഫസ്റ്റ് ഐഡിയ നമ്മളിപ്പോൾ പറഞ്ഞത് ഇതെല്ലാം പറഞ്ഞത് ടൈപ്സും അതിൻ്റെ ഫീച്ചേഴ്സുമാണ്. ഇതിനകത്ത് കൂടുതൽ എലാബറേഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇത് കാണാതെ പോലും പഠിക്കണ്ട. ഞാൻ പറഞ്ഞ 1-2 ആർട്ടിക്കിൾസ് മാത്രം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി കോട്ടഡ് ഇൻ യുവർ ആൻസർ. അപ്പോൾ ഇവിടുത്തെ ഇനിയുള്ളത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ആദ്യത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് വൈ ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ. ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഏറ്റവും അവസാനത്തെ റൈറ്റ് ദാറ്റ് ഈസ് 32 മെൻഷൻസ് ദാറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി ഡയറക്ട്ലി എൻഫോഴ്സ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ. ഒരു കോർട്ട് ഓഫ് ലോയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ട്ലി ഇത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ DPSPയിൽ നോക്കുവാണെങ്കിൽ ഇത് എൻഫോഴ്സിബിൾ അല്ല. വൈ ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ? ബിക്കോസ് ഈ DPSP എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആയിട്ടല്ല കൊണ്ടുവന്നിട്ടുള്ളത്. DPSP പറയുമ്പോൾ അല്ലെങ്കിൽ ഇനിഷ്യലി അത് കൊണ്ടുവരുമ്പോൾ the Constituent Assembly suggested that these are the things that we want in future. നാളെ ഒരു സമയത്ത് ഗവൺമെന്റിന് റിസോഴ്സസ് ഉണ്ട്, ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ ബ്രിങ് ഇറ്റ് എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പറഞ്ഞത്. അപ്പോൾ വിചാരിക്കുക, ഇതിനകത്ത് പറഞ്ഞേക്കുന്ന പല സാധനങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോലും പല സമയങ്ങളിലും പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഇപ്പോൾ മോഡേൺ അഗ്രികൾച്ചർ ലൈൻസിലായിരിക്കണം അഗ്രികൾച്ചർ, അല്ലെങ്കിൽ മോഡേൺ സയന്റിഫിക് ലൈൻസിലായിരിക്കണം അഗ്രികൾച്ചർ ചെയ്യുന്നത്. എല്ലാവരും ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? There can be certain members who may not be able to afford these things. ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ ഈ അഫോർഡബിലിറ്റി എന്ന് പറയുന്ന ഒരു ആംഗിളും കൂടെ നമുക്കവിടെ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ പറയുന്ന കൺസെപ്റ്റുകളിൽ ക്ലാരിറ്റിയും കൂടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എൻഫോഴ്സിബിൾ ആവുന്നില്ല എന്ന് പറയുന്നതിന് റീസൺ എന്താണ്? ഇത് ഒറ്റയടിക്ക് എൻഫോഴ്സിബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവ്രി വൺ വിൽ ബി ഗിവിംഗ് എ കേസ് അഗൈൻസ്റ്റ് ദ ഗവൺമെന്റ്. കാരണം സ്റ്റേറ്റ് ആർട്ടിക്കിൾ 36 പറഞ്ഞ സ്റ്റേറ്റും ആർട്ടിക്കിൾ 12 പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റും സെയിം ആണ്. അപ്പോൾ എല്ലാവർക്കെതിരെയും കേസ് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷനും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഗവൺമെന്റിന് എന്തില്ല? ഇതിനുള്ള റിസോഴ്സോ ഫണ്ടിങ്ങോ സപ്പോർട്ടുകളോ ആർക്കില്ല? ഗവൺമെന്റില്ല. വൺസ് ഗവൺമെന്റ് ഗെറ്റ് ഓൾ ദീസ് എന്ത് ചെയ്യാം? ഫ്യൂച്ചറിൽ നമുക്കിത് എക്സ്പെക്ട് ചെയ്യാം എന്നാണ് ഇതിൻ്റെ ഒരു നോർമൽ പേപ്പർ. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിനകത്ത് വരുന്നൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻഫോഴ്സിബിൾ അല്ല, ദെൻ വാട്ട് ഈസ് ദ യൂട്ടിലിറ്റി? എന്തിനാണ് നമുക്കൊരു DPSP? വൈ വി നീഡ് എ DPSP? അതിനകത്ത് ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഗ്രാൻവിൽ ഓസ്റ്റിൻ കോൺഷ്യൻസ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ദ ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ള സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഇതെല്ലാം നമുക്ക് എവിടെ കാണാൻ പറ്റും? DPSPയിൽ കാണാൻ പറ്റും. ദ കോർ ഫിലോസഫീസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ദീസ് തിങ്സ്. അതായത് ഇതിന്റെ കോർ ഫിലോസഫീസ് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ there is no political democracy without economic democracy. ഓർത്ത് നോക്കിയേ, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പൊളിറ്റിക്കൽ ഡെമോക്രസി അല്ലെ പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആണ് നമുക്ക് തന്നിരുന്നത്. പക്ഷേ ഒരു പാവപ്പെട്ട ഒരാൾക്ക് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് പല സമയത്തും അഫോർഡബിൾ അല്ല. ബിക്കോസ് ഇപ്പം നോക്കിയേ, എനിക്ക് റൈറ്റ് ടു ക്വാളിറ്റി ലൈഫ് ഉണ്ട്. അതായത് എനിക്ക് നല്ല ലൈഫ് വേണം, എനിക്ക് ഇന്ന സാധനം വേണമെന്നുണ്ട്. പക്ഷേ എനിക്ക് എന്ത് വേണം? പൈസ വേണം. ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇപ്പം മാനുവൽ സ്കാവഞ്ചിങ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അത് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ദാറ്റ് ഈസ് ദ ഐഡിയ ഓഫ് മാനുവൽ സ്കാവഞ്ചിങ് വരുന്നത് എന്തുകൊണ്ടാണ്? അവർക്കൊരു നിലനിൽപ്പിനെ, അവരുടെ ഒരു സർവൈവലിനെ ബാധിക്കുന്ന കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടാണ്. അവർക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാം? എനിക്ക് നാളെ ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ റൈറ്റ് ആയിരിക്കും വയലേഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എക്കണോമിക് ജസ്റ്റിസ് ഇല്ലാതെ നമുക്ക് എന്ത് എൻഷുർ ചെയ്യാൻ പറ്റില്ല? പൊളിറ്റിക്കൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് നോ പൊളിറ്റിക്കൽ ഡെമോക്രസി വിത്തൗട്ട് എക്കണോമിക് ഡെമോക്രസി. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദി മോറൽ കോമ്പസ് ഓഫ് ദ സ്റ്റേറ്റ്. അടുത്തൊരു ഐഡിയ ആണ്, ഇറ്റ് ഈസ് ദി മോറൽ കോമ്പസ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ മോറൽ കോമ്പസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് മോറൽ കോമ്പസ്? സ്റ്റേറ്റിനെ ഗൈഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ഒരു പോളിസിയോ ഒരു ഐഡിയ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ലോയോ കൊണ്ടുവരുന്ന സമയത്ത് ഇത് വ്യതിചലിച്ച് പോകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് DPSP. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഇതാണ്, ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ദാറ്റ് വി നീഡ് ടു ഇംപ്ലിമെന്റ്, സോ യു ഷുഡ് ബി ഗോയിങ് ഇൻ സച്ച് എ വേ. ഈ വഴി മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ദീസ് ആർ മോറൽ കോമ്പസ്. അതുപോലെ തന്നെ ദീസ് ആർ ബീക്കൺ ലൈറ്റ്സ് ഫോർ കോർട്സ് ഇൻ ഇവാലുവേറ്റിംഗ് ലോസ്. അതായത് ഗവൺമെന്റ് ഒരു ലോ ഇംപ്ലിമെന്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ലാൻഡ് റിഫോംസ് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ഈ റൈറ്റ് ടു പ്രോപ്പർട്ടീനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു പ്രൈമറി കൺസേൺ. അപ്പോൾ കുറേ ആളുകൾ കേസ് കൊടുത്തു. എന്താണ് എൻ്റെ പ്രശ്നം, എങ്ങനെ ഇതിനെ ചെയ്യാൻ പറ്റും, എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ കേസ് എടുക്കണം എന്നുള്ളൊരു ഐഡിയ പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലാൻഡ് റിഫോംസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് വെൽഫെയർ, ടു ഇംപ്രൂവ് ദി ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതുകൊണ്ടാണ് ഗവൺമെന്റ് എന്ത് ചെയ്തത്, അല്ലെ കോർട്ട് എന്ത് ചെയ്തത്, അതിനെ അപ്രൂവ് ചെയ്തത്. ദാറ്റ് ഈസ് കോർട്ടിന് ഒരു ലോയെയോ പോളിസിയോ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്തും എന്തുപയോഗിക്കാം,
These can be utilized. ഒരു beacon light ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഐഡിയ. നെക്സ്റ്റ് വൺ ഈസ് ഫെസിലിറ്റേറ്റ് സ്റ്റെബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ഇൻ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ പോളിസീസ്. അതായത് ഇന്ത്യയിലെ പോളിസീസിനെ ഇപ്പോൾ ഗവൺമെന്റ് 5 വർഷം കൂടുമ്പോൾ അല്ലെ 10 വർഷം കൂടുമ്പോൾ ഗവൺമെന്റ് മാറിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. പല ഗവൺമെന്റ് വന്നു, പക്ഷേ എപ്പോഴും ഇന്ത്യയുടെ പോളിസി ഏറെക്കുറെ സിമിലർ ആയിരുന്നു. വൈ? ബിക്കോസ് DPSP പ്രൊവൈഡ്സ് ഫോർ എ ബ്രോഡ് ഫ്രെയിംവർക്ക്. ഒരു ഫ്രെയിംവർക്ക് ആരാ കൊടുത്തത്? DPSP ആണ് ഒരു ഫ്രെയിംവർക്ക് കൊടുക്കുന്നത്. ആ ഫ്രെയിംവർക്കിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇറ്റ് വിൽ വർക്ക് ആസ് ദി ഗൈഡ് ഫോർ ഓൾ ദി ഗവൺമെന്റ്. ഒരു ഗൈഡ് ലൈൻ ആണ്, സ്ട്രക്ചർ ആണ്, ഒരു ബ്രോഡ് ഫ്രെയിംവർക്ക് ആണ് DPSP എന്ന് പറയുന്നത്. അപ്പോൾ DPSP even though it is not enforceable, it plays a very crucial role in the policy making. ഗവൺമെന്റിനെ ഗൈഡ് ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള ഒരു ക്രിട്ടിക്കൽ ഫങ്ഷൻ ആര് ചെയ്യുന്നുണ്ട്? ദിസ് പോളിസി മെഷീൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യു ഗോട്ട് മൈ പോയിന്റ്? Any doubts, anyone? അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is a conflict between fundamental rights and DPSP. ഫണ്ടമെന്റൽ റൈറ്റ്സ് എപ്പോഴും ഇൻഡിവിജ്വലിന്റെ റൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ DPSP പല സമയത്തും പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി, ഓവറോൾ കമ്മ്യൂണിറ്റി കിട്ടേണ്ട ബെനിഫിറ്റ് ആണ്, എല്ലാവരുടെ ഇമ്പ്രൂവ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പല സമയത്ത് ഇത് തമ്മിൽ എന്തുണ്ടായിട്ടുണ്ട്? കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ചെമ്പകം ദൊരൈരാജൻ കേസ്. ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് വിൽ പ്രിവെയിൽ. ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രിവെയിൽ ചെയ്യും. അതായത് DPSP വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ഓൾസോ ഹെൽഡ് ദാറ്റ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് കുഡ് ബി അമെൻഡഡ് ബൈ ദ പാർലമെന്റ് ബൈ ഇനാക്ടിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്സ്. അതായത് DPSPയുടെ സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സിന് വെയിറ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇറ്റ് ക്യാൻ ബി അമെൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? DPSP ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് DPSPക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുക്കാൻ പറ്റില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സിനാണ് വെയിറ്റേജ്. വേണമെന്നുണ്ടെങ്കിൽ അമെൻഡ് ചെയ്യാം എന്നാണ് കേസ് പറഞ്ഞത്. ഇനി അടുത്ത നോക്കിയാൽ ഗോലഖ്നാഥ് കേസ്. നമുക്ക് ഇതൊന്നും വേണ്ട, അറിഞ്ഞിരുന്നാൽ മതി. ഗോലഖ്നാഥ് കേസിൽ പറഞ്ഞത് പാർലമെന്റ് കനോട്ട് ടേക്ക് അവേ ഓർ അബ്രിഡ്ജ് എനി ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് വിച്ച് ആർ സാക്രോസാങ്ക്ട്. ഇവിടെ വളരെ സ്പെസിഫിക്കലി പറഞ്ഞു കോർട്ടിന് എന്തില്ല, പാർലമെന്റിന് എന്തില്ല? ഈ പവർ ഇല്ല. പാർലമെന്റ് ഡസ് നോട്ട് ഹാവ് ദ പവർ ടു കൺട്രോൾ ദിസ്. പാർലമെന്റ് ഡസ് നോട്ട് ഹാവ് ദ പവർ ടു ചേഞ്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ചേഞ്ച് ചെയ്യാൻ ആർക്ക് പവർ ഇല്ല? പാർലമെന്റിന് പവർ ഇല്ല. പാർലമെന്റ് ഡസ് നോട്ട് ഹാവ് ദ പവർ ടു ചേഞ്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ചേഞ്ച് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അത് കഴിഞ്ഞപ്പോഴാണ് 25th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് വന്നത്. അവിടെ പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് കൊണ്ടുവരുന്ന സമയത്ത് ആരിടപെടാൻ പാടില്ല? ജുഡീഷ്യറി ഇടപെടാൻ പാടില്ല, ജുഡീഷ്യൽ റിവ്യൂ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഒരു ഇനിഷ്യൽ ഫേസുകളാണ്. ഇനിഷ്യൽ ഫേസിൽ എല്ലാം പറഞ്ഞത് എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ് എന്ന് പറഞ്ഞു. ആൻഡ് ഫൈനലി നമുക്ക് 42nd അമെൻമെന്റ് വന്നപ്പോൾ എന്ത് പറഞ്ഞു? നമ്മൾ ആർട്ടിക്കിൾ 31C ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 31C ഉണ്ടെന്നും അതിലെന്ത് പറഞ്ഞു? ദ പ്രൈമസി ഓവർ DPSP in 1419 എക്സെട്ര. അതായത് ഇതിനെന്തുണ്ട്? പ്രൈമസി ഉണ്ട്. ആർക്ക് പ്രൈമസി ഉണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെക്കാട്ടിലും പ്രൈവസി DPSPക്ക് ഉണ്ട് എന്ന് പാർലമെന്റ് പറഞ്ഞു വെച്ചു. അപ്പോൾ അവിടാണ് എന്ത് വരുന്നത്? അതിനെ ബേസ് ചെയ്തിട്ടാണ് മിനർവ മിൽസ് കേസ് വരുന്നത്. ആ മിനർവ മിൽസ് കേസിൽ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും തമ്മിൽ എന്താണുള്ളത്? ഒരു ബാലൻസ് ആണ്. ദേ ഷുഡ് ബി ബാലൻസ്ഡ്. അതായത് ചില സമയം ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി ഗിവൺ വേ ടു DPSP ഇംപ്ലിമെന്റ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം കോർ ഫണ്ടമെന്റൽ വാല്യൂസിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈനും കൂടെ നോക്കിയിട്ട് വേണം ഈ ആക്ഷൻസ് ഒക്കെ എടുക്കാൻ എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്? സുപ്രീം കോർട്ട് മിനർവ മിൽസ് കേസിൽ പറഞ്ഞത്. ദ ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് DPSP. ഐഡിയ കിട്ടിയോ? ഇതാണ് ഇവരുടെ കോൺഫ്ലിക്റ്റ്. ഇങ്ങനെയാണ് ഇതിന്റെ ഇപ്പോൾ കറന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ മിനർവ മിൽസ് കേസ് ബേസ് ചെയ്തിട്ടാണ്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്.